ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് മിസ്സ് ക്ലാസ് എടുക്കുമ്പോൾ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മിസ്സ് ഒരു കാര്യം ചെയ്തു. ബോർഡിൽ നോക്കിക്കേ. മിസ്സ് എന്താ ചെയ്തേ? സാധാരണ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ അന്നേരം എഴുതുമായിരുന്നു അല്ലേ? അപ്പോൾ അത് ഇച്ചിരി കൂടെ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് മിസ്സ് ക്വസ്റ്റ്യനും ആൻസറും എഴുതി എന്നിട്ട് പെട്ടെന്ന് മിസ്സ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ ആണോ? ബുക്കും പെന്നും ഒക്കെ എടുത്തോ? സ്റ്റാർട്ട്. ഓക്കെ, എല്ലാ ടൈപ്പും മിസ്സ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ ടൈപ്പുകളും ഓർമ്മ വരും, അത്രയേ ഉള്ളൂ. സോൾവ് 8 - 4x less than or equal to 12, comma, x in n. What is n means? Natural numbers. 1, 2, 3 etc. are known as natural number. അപ്പം മിസ്സ് സാധാരണ പറയാറുള്ള പോലെ ഒരിക്കലും എക്സ് നെഗറ്റീവ് ആകാൻ അനുവദിക്കണ്ട. പിന്നെ ഒത്തിരി റൂൾസൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് ഈ -4x ഞാൻ പെട്ടെന്ന് എടുത്ത് അപ്പുറത്തോട്ട് കൊടുത്തു. അപ്പോൾ അവിടെ ഉള്ള 12 ഇങ്ങ് കടത്തി. അപ്പോൾ 8 - 12 less than or equal to 4x. What is 8 - 12? -4 less than or equal to 4x implies -1 less than or equal to x. That means x greater than -1. ഇനി എവിടെ ആയിരുന്നു എക്സ്? നാച്ചുറൽ നമ്പറിലാ. therefore 1, 2, 3 etc. ഓക്കെ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആരാ പെട്ടെന്ന് എഴുതുന്നേ? If x equal to 1 and 1/2 is a solution of the equation 2x square plus px minus 6 equal to 0, find p. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷൻ നമ്മൾ എഴുതി 2x square plus px minus 6 equal to 0. x equal to 1 and 1/2 is a solution എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എക്സിൻ്റെ സ്ഥാനത്ത് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 1 and 1/2. വാട്ട് ഈസ് 1 and 1/2? 3/2. എക്സിന് പകരം 3/2 കൊടുക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ ആയല്ലോ? 2 into x square means 3/2 the whole square plus p into 3/2 minus 6 equal to 0. ഓക്കെ, 3/2 the whole square എന്ന് പറഞ്ഞാൽ 9/4 ആയി. 2ഉം 4ഉം ഇൻറ്റു ആയതുകൊണ്ട് വെട്ടി 9/2 കിട്ടി. ഇവിടെ 3p/2 - 6. കോമൺ എൽസിയം ആയിരുന്നു 2 എടുത്തപ്പോൾ 9 + 3p. ഈ 2 ഈ 6 ഇല്ലാത്തത് കൊണ്ട് 6 2s are പറ 12 equal to 0. അപ്പോൾ ഇവിടെ ഒരു /2 എൽസിയം ഉണ്ട്. വെൻ യു ക്രോസ് മൾട്ടിപ്ലൈ 2 into 0 പറഞ്ഞോ ആരെങ്കിലും? 2 into 0 is 0. അപ്പം 9 - 12 എത്ര കുഞ്ഞുങ്ങളെ? -3. 3p - 3 equal to 0 implies 3p പോസിറ്റീവാണ്. -3 അപ്പുറത്ത് കൊണ്ടുപോയപ്പം 3p equal to 3 means p equal to 1. Is it okay? സെക്കൻഡ് പ്രോബ്ലം ഫിനിഷ്. പോസ് ചെയ്തിട്ട് എഴുതിയിട്ട് അടുത്ത് കേൾക്കാവൂ. അല്ലേ എൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, നിങ്ങൾ പഴയടത്ത് നിൽക്കും. പെട്ടെന്ന് തേർഡ് ക്വസ്റ്റ്യൻ ബോർഡേ നോക്കി വായിച്ചേ. ഹൗ മച്ച് ഷുഡ് എ മാൻ ഇൻവെസ്റ്റ് ഇൻ ₹80 shares at ₹75 to obtain an income of ₹1080 if the dividend declared is 50? ഒറ്റ ബാക്കി തന്നെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. ഹൗ മച്ച് ഷുഡ് എ മാൻ ഇൻവെസ്റ്റ്. അപ്പോൾ ആക്ച്വലി ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടു ഫൈൻഡ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് എഴുതിയിട്ടൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങ് കൊടുത്തോ, മറന്നു പോകാതിരിക്കാൻ. ഇനി നോക്കിക്കേ. എ മാൻ ഇൻവെസ്റ്റ് ഇൻ ₹80 ഷെയർ അറ്റ് ₹75. ഇൻ ₹80 എന്ന് പറഞ്ഞാൽ 80 രൂപയുടെ ഷെയർ 75 രൂപയ്ക്ക് മേടിച്ചെന്നാ മലയാളം. 80 രൂപയുടെ ഷെയർ, നോമിനൽ വാല്യൂ 80, മാർക്കറ്റ് വാല്യൂ 75. ആനുവൽ ഇൻകം 1080. ഡിവിഡൻഡ് പെർസെൻറ്റ് ഈസ് ഓൾസോ ഗിവൺ. കണ്ടോ? 15%. എപ്പോഴും മറക്കാത്ത ഒരു കാര്യമുണ്ട്, ഇത് തന്നെ 4 മാർക്കിനും ചോദിക്കാം. ആനുവൽ ഇൻകം ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഫോമുല എഴുതിക്കോണം. വാട്ട് ഈസ് ആനുവൽ ഇൻകം ഫോമുല? നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു നോമിനൽ വാല്യൂ ഇൻറ്റു D/100. റിപ്പീറ്റ് ചെയ്തേ. ആനുവൽ ഇൻകം ഈസ് നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു നോമിനൽ വാല്യൂ ഇൻറ്റു D/100. കണ്ടോ?
അങ്ങനെ ഞാൻ ഈ 80 കൊടുത്തു, 15 കൊടുത്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് 90 കിട്ടിയോന്ന് നോക്കിയോ. ഇവിടെ ഒരു 0 കട്ട് ചെയ്തിട്ട് വെച്ച് പിടിച്ച് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 8ഉം 15ഉം താഴെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടി നമ്പർ ഓഫ് ഷെയർ. എത്ര കിട്ടി? എക്സ് മീൻസ് നമ്പർ ഓഫ് ഷെയർ ഈസ് 90. Then what's the formula? Investment. ആരൊറക്കെ പറയും? ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് വാല്യൂ അവർ തന്നിട്ടുണ്ട് 80ൻ്റെ ഷെയർ അറ്റ് 75 എന്ന് പറഞ്ഞാൽ 80ൻ്റെ ഷെയർ 75 രൂപയ്ക്ക് മേടിച്ചെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, 90 × 75 6750. ഓക്കെ, പറഞ്ഞു. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്ലോപ്പ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് ഓഫ് ദ ലൈൻ. അല്ലേ, നമുക്ക് എപ്പോഴും ഓർത്തോണം, എക്സാമിന് 89 മാർക്ക് കിട്ടുമ്പം നമുക്കൊരാഗ്രഹം ഇല്ലായിരുന്നോ 90 കിട്ടണമെന്ന്? അല്ലേ, നീ ചിലർക്ക് 31 നിൽക്കുമ്പം ഒരു മാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തോ ആയേനേയും 32 പാസ്സായേനെ. അല്ലേ, ചിലപ്പോൾ വിചാരിക്കും 99 എൻ്റെ മാർക്ക് ഷീറ്റിലുണ്ടായിരുന്നു, ദൈവമേ എവിടാ ഒരു മാർക്ക് പോയെന്ന്. അങ്ങനെയുള്ള നിമിഷങ്ങളിൽ നമ്മളല്ലേ ടൈമിന് എപ്പോഴാണ് വില പറയുന്നത്? നമ്മൾ ഓടി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുമ്പം നമ്മുടെ മുൻപിൽ വെച്ച് ആ ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോഴാണ് അറിയുന്നത് സെക്കൻഡ്സിൻ്റെ വില എന്താണെന്നല്ലേ. അതുപോലെ ഒരു മാർക്കിൻ്റെ വില അത് കിട്ടാതിരിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ കൊച്ചു ക്വസ്റ്റ്യൻ പോലും മിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫൈൻഡ് ദ സ്ലോപ്പ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് ഓഫ് ദ ലൈൻ 2x - 3y - 4 = 0. ഓക്കെ, അപ്പം ax + by + c = 0 ആണ് ലൈനിൻ്റെ ഇക്വേഷൻ. അവിടെ എം ഞാൻ പഠിപ്പിച്ചതാണ്. എം ഈസ് മൈനസ് കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോയഫിഷ്യൻ്റ് ഓഫ് വൈ. അപ്പോൾ ഇവിടെ എഴുതിയപ്പം -2/- 3 2/3 കിട്ടിയോ? ഓക്കെ, ഇനി വൈ ഇൻ്റർസെപ്റ്റ് കാണണമെങ്കിൽ നിങ്ങൾ ഓർത്തോണം, തന്ന ഇക്വേഷനെ റൈറ്റ് ഇൻ ദ ഫോം y = mx + c അപ്പോൾ ഇവിടെ -3y ആയിരുന്നതുകൊണ്ട് ഞാനത് അപ്പുറത്തോട്ടാണ് ആക്ച്വലി കൊണ്ടുപോയത്. 3y ഇപ്പുറത്ത് വന്നപ്പം 2x - 4. ദെൻ വാട്ട് ഈസ് y? y മീൻസ് 2/3 x - 4/3. ഇങ്ങനെ ഇട്ട് വേണേ പെട്ടെന്ന് എഴുതാം. ഹിയർ യു നോ ദാറ്റ് ദിസ് ഈസ് mx + c. കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ് സ്ലോപ്പ്. നമ്മൾ ആദ്യമേ എഴുതി 2/3 ആൻഡ് ദ y ഇൻ്റർസെപ്റ്റ് ഈസ് c. മറക്കരുത്, y ഇൻ്റർസെപ്റ്റ് c ഈസ് -4/3. ഇസ് ഇറ്റ് ഓക്കെ? നിങ്ങൾക്കൊരു സന്തോഷവും ഇല്ല. മിസ്സ് പറഞ്ഞു ഞങ്ങൾ കേട്ടോളാം എന്നല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. Areas of two similar triangles are 196 cm² and 256 cm². Find the ratio between the lengths of their corresponding sides. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട ടോപ്പിക് ആണെങ്കിലും രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ സിമിലാരിറ്റി ചാപ്റ്ററിൽ എൻ്റെ ബുക്കിലോട്ട് നോക്കിക്കോ. ABC ഈസ് എ ട്രയാങ്കിൾ ആൻഡ് ADE ഈസ് ഓൾസോ എ ട്രയാങ്കിൾ. അവർ എയിം ഈസ് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ABC ബൈ ഏരിയ ഓഫ് ADE കാണുന്നതിന് അറിയാവുന്ന സൈഡിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ഇപ്പം ഇവിടെ ഞാൻ PQ ആണ് എഴുതിയത്, എന്നാൽ ഞാനിവിടെ PQ കൊടുത്താലും പറ്റില്ല. ഇതിങ്ങനെ നോക്കിക്കോ, ABC PQR ഇത് രണ്ടും സിമിലർ ആണെന്ന് വിചാരിച്ചോ. മനസ്സിലാവുന്നോ? ഏരിയ ഓഫ് ABC ബൈ ഏരിയ ഓഫ് PQR കാണുന്നതിന് ഫോർമുലയുണ്ട് കുഞ്ഞുങ്ങളെ. ഈ അറിയാവുന്ന സൈഡിൻ്റെ സ്ക്വയർ എടുത്താൽ മതി, AB² ബൈ PQ². പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഏരിയ ഓഫ് ടു സിമിലർ ട്രയാങ്കിൾസ് ആണ് തന്നേക്കുന്നത്. 196ഉം 256. ഞാൻ അതിൻ്റെ തൊട്ട് താഴെ എഴുതി, പക്ഷേ എനിക്ക് ആൻസർ അറിയായിരുന്നു. ഇങ്ങോട്ട് നോക്കിക്കോ, AB എന്ന് പറയുന്നത് ഫസ്റ്റ് 2 ലെറ്റർ ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ, PQ എന്ന് പറയുന്നത് ഫസ്റ്റ് 2 ലെറ്റർ ഓഫ് ദ സെക്കൻഡ് ട്രയാങ്കിൾ. അപ്പം കറസ്പോണ്ടിങ് സൈഡ്സ് വരുമ്പോൾ AB² ബൈ PQ². ഇവിടെ സ്ക്വയർ ആണ്, സൈഡ് കാണണമെങ്കിൽ നിങ്ങൾക്കറിയാം സ്ക്വയർ റൂട്ട് എടുക്കണം. പക്ഷേ സ്ക്വയർ റൂട്ട് എടുക്കാൻ ഇതാരുടെയും സ്ക്വയർ ഒന്നുമല്ല. 196 ആണെങ്കിലും അല്ലേ
256 ഓൾറെഡി വേണമെങ്കിൽ പെട്ടെന്ന് എടുക്കാമായിരുന്നു. 14/16 കിട്ടിയോ? 14/16 അല്ലേ? മിസ് അത് പെട്ടെന്ന് അന്നേരം ഓർത്തില്ല. ഞാനിവിടെ കൊണ്ടിട്ട് കട്ട് ചെയ്ത് 49/64 ഒക്കെ ആക്കി. ഇത് ആക്ച്വലി ആരുടെ സ്ക്വയർ ആയിരുന്നു? 14ൻ്റെ. 256 ആരുടെയാ? 16ൻ്റെ. 14ഉം 16ഉം വെട്ടുമ്പം 7/8. 7:8. പെട്ടെന്ന് കിട്ടിയോ നോക്ക്. ഇപ്പോഴാണ് എനിക്ക് ആ ബുദ്ധി വന്ന്. അല്ലാതെ കട്ട് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ 98/128 എന്നൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അവിടെ ആകുമ്പോൾ കട്ട് ചെയ്യണം. 49/64. ദാറ്റ് ഈസ് 7:8. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. Find the reflection of the point P minus 1, 3 in the line x equal to 2. When we reflect a point in the x-axis, you know that y-coordinate changes. Y-axis means x-coordinate changes. Through the origin means both the coordinate changes. But here, you have to reflect this P minus 1, 3 in the line x equal to 2. അപ്പോൾ മുകളിൽ എഴുതിയ ഫോമുല ഒന്ന് മറിച്ചേ. എക്സ് വൈ എക്സ് ഈക്വൽ ടു എയിലാണെങ്കിൽ എക്സ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. എക്സ് ഈക്വൽ ടു എയിലാണെങ്കിൽ എക്സിൻ്റെ ഫോമുല എന്താ? 2a മൈനസ് എക്സ് കോമ വൈ. അപ്പോൾ എക്സ് ഈക്വൽ ടു 2ലാണെങ്കിൽ 2 ഇൻറ്റു എക്ക് പകരം ഇവിടെ 2 ഇൻറ്റു 2 -1 ഇവിടെ കണ്ടോ? ദെയർഫോർ ഫൈനൽ ആൻസർ 5-3. അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുക, പി എക്സ് വൈ ഇൻ ദ ലൈൻ വൈ ഈക്വൽ ടു എയിലാണെങ്കിൽ എങ്ങനെ കൊടുത്തേനെ മോളെ ഫോമുല? പി ഡാഷ് ഈസ് എക്സ് കോമ 2a മൈനസ് വൈ എന്ന് എഴുതിക്കണം കേട്ടോ. ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഫിനിഷ് ചെയ്തോ? ദെൻ നെക്സ്റ്റ്, ഇഫ് എ ഈക്വൽ ടു 3, 5, 4 minus 2 and b is 2, 4, ഈസ് ദ പ്രോഡക്റ്റ് എ ബി പോസിബിൾ? അവർ ചോദിച്ചേക്കുവാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് പോസിബിൾ ആണോ? ഇഫ് യെസ് ഫൈൻഡ് എ ബി. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഞാൻ നിങ്ങളവിടെ ഒന്ന് പഠിപ്പിക്കാം. നമ്മുടെ എയിം എന്ന് പറയുന്നത് ദാണ്ട് എ ബി കാണാനായിരുന്നു. ഉടനെ നിങ്ങൾ എ എഴുതണം. എ എഴുതുമ്പോൾ എന്തോ കിട്ടി? ഓർഡർ 2 റോസും 2 കോളംസും 2/2. ഇവിടെ ഒന്ന് എൻ്റെ ഇതിലോട്ട് നോക്കിയാൽ 2 റോസ് ഉണ്ട് കണ്ടോ? ഹൊറിസോണ്ടൽ ലൈൻസ് 2 ഉണ്ട്, പക്ഷേ ഒരു കോളമേ ഉള്ളൂ 2/1. ഇഫ് ദ ഇന്നർ എലമെൻറ്റ്സ് ആർ സെയിം, ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇഫ് ദ ഇന്നർ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 2/2 ഇവിടുത്തെ 2/1ൻ്റെ നടുക്ക് കണ്ടോ ആണെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ടു മൾട്ടിപ്ലൈ. ഇനി നിങ്ങളോട് ചോദിക്കുക എന്താണ് ആൻസറിൻ്റെ ഓർഡർ എന്ന് ചോദിച്ചാൽ അതാണ്ട് 2/1. അല്ലെങ്കിൽ സിംപ്ലി ഒന്നും മനസ്സിലാകാത്തവർ ശ്രദ്ധിച്ചോണം, ബി എന്ന് പറയുന്ന സെക്കൻഡിൻ്റെ അതേ ഫോമിലായിരിക്കും ആൻസറും വരുന്നത്. ഞാൻ പിന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാമല്ലോ. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഗിവ്സ് ഫസ്റ്റ് എലമെൻറ്റ് 3 ഇൻറ്റു 2 + 5 ഇൻറ്റു 4. ദെൻ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 4 ഇൻറ്റു 2 + -2 ഇൻറ്റു 4. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. ആൻസർ 26 7 പ്രോബ്ലംസ് ആയി അല്ലേ? എഴുതി വരാനൊക്കെ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ഇടണേ. മിസ്സ് സ്പീഡാണോ? ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് മിസ്സേ. ഒന്നും അനങ്ങത്തില്ല. ഇൻ എ സിംഗിൾ ത്രോ ഓഫ് ഡൈസ് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ, മൾട്ടിപ്പിൾ ഓഫ് 3, ഗെറ്റിംഗ് 7, എ നമ്പർ ലെസ് ദാൻ 7. ഒറ്റയടിക്ക് ഞാൻ 4 പ്രോബ്ലം ചോദിച്ചു. വെൻ യു ത്രോ എ ഡൈ, നമ്മളറിയാം സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോൾ കറക്കിയിടുന്ന കട്ട അതാ ഡൈ. യെസ് ആരൊക്കെയാണ്? 1 വീഴാം, 2 വീഴാം, 3 വീഴാം, 4 വീഴാം, 5 വീഴാം, 6 വീഴാം അല്ലേ? ഹൗ മെനി ഫേസസ്? 6 ഫേസസ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും വീഴാം. ദെർഫോർ n ഓഫ് എസ് വെരി ഇമ്പോർട്ടൻ്റാണ് 6. ഇനി ഇതിനകത്തുള്ള പ്രൈം നമ്പർ ആരാ? 2, 3, 5. ദയവ് ചെയ്ത് എല്ലാ കുഞ്ഞുങ്ങളും 1 to 100 പ്രൈം നമ്പർ ഒന്ന് ഈ ദിവസങ്ങളിൽ എഴുതി പഠിച്ചോണം കേട്ടല്ലോ. ചിലപ്പോൾ 20 മുതൽ 40 വരെ എന്തൊക്കെ പ്രൈം നമ്പർ ചോദിക്കും. ചിലപ്പോൾ 30 മുതൽ 70 വരെ പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിക്കാം. അവർക്ക് എങ്ങനെ വേണേലും ചോദിക്കാം. ഇനി എന്താണ് പ്രൈം നമ്പർ എന്നറിയാമോ? പ്രൈം നമ്പറിൻ്റെ കോമൺ ഫാക്ടേഴ്സ് 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്. 2, 3, 5 കറക്റ്റ് അല്ലേ? n of a 3 പ്രൈം നമ്പർ. n of a by n of s 3/6 എന്ന് മാത്രം എഴുതിയാൽ നോ മാർക്ക്. 1/2 എന്ന് മാത്രം എടുക്കൽ എഴുതിയാലും നോ മാർക്ക്. 3/6 ഈക്വൽ ടു 1/2 എന്ന് എഴുതിയെങ്കിലേ ഇവിടെ m1 വീണ് മാർക്ക് b1 ഇത് ഇൻഡിപെൻഡൻറ്റ് മാർക്ക്. മനസ്സിലായോ? ഈ 2 ആൻസറും വേണം, അല്ലെങ്കിൽ അവർ B0 ഇട്ടങ്ങ് വയ്ക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വായിച്ചേ. മൾട്ടിപ്പിൾ ഓഫ് 3, ആ 1 to 6 മൾട്ടിപ്പിൾ ഓഫ് 3 ആരാ?
3യും 6ഉം മാത്രം. n of a is 2. Getting multiple of 3 is 2 by 6 equivalent to 1 by 3. അടുത്ത ക്വസ്റ്റ്യൻ, ഗെറ്റിംഗ് എ നമ്പർ 7. 1 to 6നകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും 7 കണ്ടോ? ഇല്ല. അപ്പോൾ എഴുതുന്ന എ എന്ന് പറയുന്നത് നൾസെറ്റാണ്. നൾസെറ്റിൻ്റെ കാർഡിനൽ നമ്പർ എന്ന് പറയുന്നത് 0യാണ്. Therefore probability of getting 7 is 0 by 6. Very important. 0 by 6 equal to 0. ഓക്കെ. ദെൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനോടെ ഞാൻ ചോദിച്ചു, എ നമ്പർ ലെസ് ദാൻ 7. ലെസ് ദാൻ 7 എ ആരൊക്കെയുണ്ട്? 1 2 3 4 5 6. n of a 6. Probability of a number less than 7 is 6 by 6 equal to 1. കേട്ടോണ്ടിരിക്കാൻ രസമാണ്, പക്ഷേ ചെയ്തു വരാൻ നിങ്ങൾ നിങ്ങളുടെ സമയം എടുക്കണം കേട്ടോ. ഒരിക്കലും കേട്ട് പഠിച്ചാലോ വായിച്ച് പഠിച്ചാലോ മാത്സ് പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോഴാണ് അറിയുന്നേ, അയ്യോ ഞാൻ അങ്ങനല്ലായിരുന്നു പഠിക്കേണ്ടതെന്ന് കേട്ടോ. അതുകൊണ്ട് എഴുതി തന്നെ പഠിക്കണം. എത്ര പ്രാവശ്യം എഴുതാമോ അത്രയും പ്രാവശ്യം നിങ്ങളുടെ മനസ്സിലതങ്ങ് പ്രൂവ് ദാറ്റ്. ഞാൻ എല്ലാ ചാപ്റ്ററും എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ. √1 - sin a by 1 + sin a is ck - tan. അപ്പം ഞാൻ സാധാരണ എൻ്റെ ക്ലാസ്സിൽ പറയാറുണ്ട്, ഒരു ടേമ് ഒരു ഫ്രാക്ഷൻ കേട്ടല്ലോ, a/b എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ, a/b + c/d എന്ന് പറഞ്ഞാൽ 2 ഫ്രാക്ഷൻ്റെ അഡിഷൻ. അപ്പോൾ ഒരു ഫ്രാക്ഷനേ ഉള്ളൂ ട്രിഗ്നോമെട്രിക് എങ്കിൽ മെത്തേഡ് ടേക്ക് ദ കോൺജുഗേറ്റ് ഓഫ് ദ ഡിനോമിനേറ്റർ. വാട്ട്സ് ദ ഡിനോമിനേറ്റർ? 1 + sin a യുടെ കോൺജുഗേറ്റ് 1 - sin a by 1 - sin a. അപ്പോൾ 1 - sin a × 1 - sin a is 1 - sin a the whole square by താഴെ എപ്പോഴും a + b × a - b is a² - b². 1 - sin² എന്ന് പറയുമ്പോൾ തന്നെ cos² എന്ന് കൈ എഴുതിയിരിക്കണം. മറ്റേതിൻ്റെ എക്സ്പാൻഷൻ ഒന്നും ചെയ്യരുത്. 1 - 2 sin a + sin². ഞാൻ കണ്ടു ഈ പ്രാവശ്യം 1 - sin a by cos². a² by b² is same as a by b the whole square. വിച്ച് ഇംപ്ലൈസ് ഒറ്റ സ്ക്വയറിനകത്താകുമ്പം 2ഉം റൂട്ടൂടെ വെട്ടുമ്പോൾ എന്ത് കിട്ടി കുഞ്ഞേ? 1 - sin a by cos a. ട്രിഗ്നോമെട്രി പാടാന്നും പറഞ്ഞ് പഠിക്കാതിരിക്കല്ലേ, വളരെ സിമ്പിളാണ്. ഇഫ് ദ ഡിനോമിനേറ്റർ കണ്ടെയ്ൻസ് ഓൺലി 1 ടേം സ്പ്ലിറ്റ് എന്നാണ് പറയുന്നത്. മാറ്റി മാറ്റി എഴുതണമെന്ന്. 1 by cos a ഉടനെ ആൻസർ ചെയ്ത് നോക്കണം. ck sin a by cos a tan a. ഹെൻസ് പ്രൂവ്ഡ്. വണ്ടി വിട്ടോ പെട്ടെന്നാട്ടെ. അടുത്തത്, ഫൈൻഡ് ദ സം ഓഫ് 8 ടേംസ് ഓഫ് 3 6 12 etc. അപ്പം ആദ്യം അറിയണമല്ലോ, ഫൈൻഡ് ദ സം ഓഫ് എന്നേ പറഞ്ഞുള്ളൂ. 2 സീക്വൻസ് പഠിക്കാനുണ്ട്, AP യും GP. ആരാന്നറിയണമല്ലോ. A എഴുതി, A2 എഴുതി, A3 എഴുതി. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ മീൻസ് 3 + 3 6 കറക്റ്റാണ്. പക്ഷേ 6 + 3 12 അല്ല. അപ്പോൾ ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല, അഡിഷനും സബ്ട്രാക്ഷനും അല്ല അവിടെ നടക്കുന്നത്. പിന്നെ ഞാൻ നോക്കി, സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം 6 by 3 2, 12 by 6 × 2. ഓ കറക്റ്റ്, ദാറ്റ് ഈസ് എ GP. കണ്ടോ, അങ്ങനെ കണ്ടുപിടിക്കുന്നത്. ദെൻ ദിസ് ഈസ് എ GP എന്ന് ഞാൻ എഴുതിയിട്ട് ഫോമുല കൊടുത്തു. S10 നോട്ട് S10, S8 ആണ് ക്വസ്റ്റ്യൻ. S8 = A × r⁻n−1 by r−1. Here this is formula we used, r greater than 1. r less than 1 ആണെങ്കിൽ ബോർഡേ നോക്കിയേ, A × 1 - r⁻n by 1 - r. 2⁸ ഒക്കെ ചെയ്യാവുന്ന നമ്പർ ആയതുകൊണ്ട് എപ്പോഴും കാണാൻ പഠിച്ചു വയ്ക്കണം. 2⁻10 എന്ന് പറയുന്നിടം വരെ മാക്സിമം പോകത്തുള്ളൂ. 1024. അതിൻ്റെ താഴെ 512 കേട്ടോ. അതിൻ്റെ താഴെ 256. ഇതൊക്കെ കുറച്ചൊക്കെ കാണാപ്പാടം പഠിക്കണമെന്ന്. 3 ചെയ്തെടുത്തപ്പോൾ എനിക്ക് 765 കിട്ടി. ഓക്കെ, നൗ ഇതെങ്ങനെയാണ് ഇത്രയും സമയം ഓടിപ്പോകുന്നേ? അടുത്തത് നോക്കിക്കേ. ഇത് നമ്മുടെ സർക്കിളിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ ഇവിടെ PA 4 PB എല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ അപ്ലൈ ചെയ്ത തിയറം നിങ്ങളൊന്ന് നോക്കിയേ. PA × PB എന്ത് രസമാണെന്ന് പറയാൻ തന്നെ. PA × PB is same as PC × PD. PA തന്നിട്ടുണ്ട്, PB ഉണ്ട്, എല്ലാം ഉണ്ട്. X is 24/5, 4 and 4/5. ഇതേ ചാപ്റ്ററിൽ തന്നെ ഇങ്ങനെയും ഞാൻ പഠിപ്പിച്ചു. ദാണ്ട് ഇതൊരു ടാൻജൻറ്റ് PT. അടുത്തത് വന്നത് PA യും PB യും. അവിടെ അപ്ലൈ ചെയ്യുന്ന തിയറം ഏതാ മോളെ? യെസ്, PT² = PA × PB. മറക്കരുത്, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് വരാം 100%. ഓക്കെ, അടുത്തത് നോക്കിക്കേ.
A solid sphere of radius 15 centimeter is melted and recast into solid right circular cones of radius 2.5 centimeter and height 8 centimeter. Calculate the number of cones formed എന്ന ചോദ്യം. നമ്പർ ഓഫ് കോൺസ് എന്ന് കാണുമ്പോൾ തന്നെ മിസ് പഠിപ്പിച്ച സെൻറ്റൻസ് എന്താ? വോളിയം ഓഫ് സബ്സ്റ്റൻസ് മെൽറ്റഡ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു വോളിയം ഓഫ് സബ്സ്റ്റൻസ് ഫോംഡ്. ഇവിടെ മെൽറ്റ് ചെയ്തത് സ്ഫിയറാണ് 4/3 πr³. ഫോം ചെയ്തത് കോണാണ് n ഇൻറ്റു 1/3 πr²h. താഴത്തെ 3യും 3യും മിസ് വെട്ടി, മുകളിലത്തെ പയ്യും വെട്ടി. പിന്നെ വരുന്നത് ഒരു 4r³ ഈക്വൽ ടു n ഇൻറ്റു r²h. ആരും കയറി ആറും വെട്ടിക്കളയരുത്. ഒന്ന് സിലിണ്ടറിൻ്റെ ആറും മറ്റേത് കോണിൻ്റെ ആറുമാണ്. വലിയ മിടുക്കന്മാർ കയറി വെട്ടിക്കളയും കേട്ടല്ലോ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. 4 × 15 × 15 × 15 ഈക്വൽ ടു അവിടെ 2.5 ആയിരുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ 25/10 എന്ന് എഴുതി. വെട്ടാവുന്നതൊക്കെ വെട്ടുവോ, ഇപ്പുറത്തോട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവന്നപ്പോൾ എനിക്ക് എന്ത് കിട്ടി? n ഈസ് ഈക്വൽ ടു 270 എന്ന് കിട്ടി. ഓക്കെ, ഇതൊക്കെ ഇച്ചിരി സമയം എടുക്കുമെന്ന് മിസ്സിന് അറിയാം. പക്ഷേ നമ്മൾ എന്തോ പറഞ്ഞേ, അവസാന നിമിഷങ്ങളിൽ എത്തി നിൽക്കുമല്ലേ. ഓക്കെ, ഫൈൻഡ് ദ മീൻ ഓഫ് ദ ഗിവൺ ഡേറ്റ്. ഇത് ചോദിക്കാതെ ഒരു ബോർഡ് എക്സാം ഇല്ല കേട്ടല്ലോ. നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വരുമെന്ന് പറഞ്ഞാൽ 100% ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. എഫ് ഒന്ന് മാറുമോ, ക്ലാസ് ഒന്ന് മാറുമോ ആകും. പെട്ടെന്ന് എഴുതിക്കേ. 0 to 10, 10 to 20. വളരെ ഫാസ്റ്റായിട്ട് എഴുതുന്നവരുണ്ടെന്ന് എനിക്കറിയാം. എഫ് എഴുതി. ഇനി എൻ്റെ കൂടെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. ഒരു 3 മാർക്കോ 4 മാർക്കോ കിട്ടട്ടെ വെറുതെ. XDFD കാണാൻ പറഞ്ഞ് ക്ലാസ് എഫ് XDFD കോളംസ് എന്തൊക്കെയാണ് വേണ്ടേ? XDFD. എന്താണ് എക്സ് എന്ന് പോലും പരീക്ഷയ്ക്ക് അറിയത്തില്ലായിരുന്നു. മിഡ് വാല്യൂ ഓഫ് ദ ക്ലാസ്സിന് വിളിക്കുന്ന പേരാണ് എക്സ്. മിഡ് വാല്യൂ. 0ക്കും 10നും ഇടയ്ക്ക് ആരാ? 0 + 10/2 5. 10നും 20നും ഇടയ്ക്ക് 15. 20നും 30നും ഇടയ്ക്ക് 25 അല്ലേ? അങ്ങനെയാണെങ്കിൽ 400നും 450നും ഇടയ്ക്ക് എന്താ വരുന്നു? 425 കേട്ടല്ലോ. ഇവിടെ ക്ലാസ് വിട്ടെന്ന് പറയുന്നത് നോക്കാൻ ലോവർ ലിമിറ്റിലോട്ട് നോക്കിയാൽ 0, 10, 20, 30. അപ്പോൾ 10 കൂട്ടി എഴുതണം. എന്നിട്ട് D എന്ന് പറയുന്നത് മിസ് പറയുന്ന പോലെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. വരച്ച ക്ലാസ്സിൻ്റെ അവിടെ 0 കൊടുക്കുക. ഇതൊക്കെ കണ്ണടച്ചുകൊണ്ട് ചെയ്യാം. -1, -2, -3 എത്ര ഉണ്ടോ അങ്ങോട്ട് പോട്ടെ, താഴോട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് വയ്ക്കും. ഇവിടെ ഈ 2 എണ്ണമേ ഉള്ളൂ. ദെൻ എഫ് കൈ വെച്ചോണ്ട് വേണം FD ചെയ്യാൻ. എഫ് കൈ പിടിച്ചോണ്ട് 4 × -2 -8, 9 × -1 9, -9 2 കൂടെ കൂട്ടണം, പ്ലസ് കൂട്ടണം. ഡിഫറൻസ് ആണ് സിഗ്മ FD. 13 കിട്ടി. ദെൻ വാട്ട്സ് ദ ഫോർമുല? x bar equal to a plus sigma FD by sigma F into C. Repeat. x bar equal to a plus sigma FD by sigma F into C. a എന്ന് പറഞ്ഞാൽ വരച്ച ക്ലാസിൻ്റെ എക്സ്. എവിടെയാണോ നിങ്ങൾ വരച്ചത് അതിൻ്റെ എക്സിന് വിളിക്കുന്ന പേരാണ് a. ഇവിടെ ഞാൻ 25ലാണ് വരച്ചത്, അതുകൊണ്ട് 15ലാണ് വരയ്ക്കുന്നതെങ്കിൽ 15. ദെൻ സിഗ്മ FD by sigma F into. വെട്ടിയപ്പോൾ എൻ്റെ ആൻസർ കറക്റ്റ് ആണോ എന്ന് പെട്ടെന്ന് പറ. ഓടി വരട്ടെ. 27.6. If the numbers x - 2, 4x - 1, 5x + 2 are in AP, find x and the next 2 terms. What's the condition? If 3 terms are in AP, twice the middle term equal to sum of the extremes, or 2b equal to a plus c. മിസ് ചെയ്തിട്ട ലീനിയർ ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ. x1 കിട്ടിയോ നോക്ക്. നമ്പേഴ്സിനകത്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന് 1 കൊടുക്കുമ്പം നമ്പേഴ്സ് കിട്ടും. -37 എന്ന് കിട്ടി. ഞാനാണെങ്കിൽ പോലും D ചെയ്യാൻ ചിലപ്പോൾ തെറ്റും. 3 മൈനസ് വരുമ്പം ഞാൻ ഉടനെ എന്തോ ഇതെന്നറിയാവോ? 7 - 3 എന്താണെന്ന് നോക്കി. 7 - 3 എത്ര? 4 അല്ലേ? അപ്പോൾ 7ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 11, 11ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 15. ഒത്തിരി തലമുണ്ടാക്കാനൊക്കെ പോകുമ്പോഴാണ് തെറ്റുന്നത്. ഓക്കെ. Then one more question, 15th question. The length of the shadow of a vertical tower is √3 times its height. Find the angle of elevation of the sun. The length of the shadow of a vertical tower. Tower എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ?
നേരെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഓർത്തോണം, ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴേ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം. ഇതാണ് ടവറ്. ടവറിൻ്റെ നിഴൽ വീഴുന്നത് മുകളിലല്ല, അല്ലേ? നമ്മുടെ നിഴൽ വീഴുന്നത് നിലത്താണ് വീഴുന്നത്, √3h. അപ്പം നിങ്ങൾ ഉടനെ എഴുതണം ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. വാട്ട് ഇസ് ആംഗിൾ? tan theta ഈസ് ഈക്വൽ ടു h/√3h. h വെട്ടി ദൂരെ കളഞ്ഞപ്പോൾ 1/√3. tan എവിടെയാണ് 1/√3? യെസ്, 30 ഡിഗ്രി. നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, ടാനിൻ്റെ 3 വാല്യൂസ് കറക്റ്റായിട്ട് അറിയണം. tan 30 1/√3, tan 45 1, tan 60 √3. ഇത് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസിൽ ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഓക്കെ ആയോ? ഓക്കെ, 25 മിനിറ്റ്സ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. God bless you.